അപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ സാബു ചേട്ടൻ, നമ്മുടെ ബിഗ് ബോസ് താരവും നമ്മുടെ ഒരു ചിരിയിലെ ഗസ്റ്റുമായിട്ടുള്ള സാബു ചേട്ടൻ ഒരു വാക്ക് മോശമായിട്ട് സന്തോഷ് വർക്കിനെ പറ്റി പറഞ്ഞു. അതിനെപ്പറ്റി നമുക്ക് സന്തോഷ് വർക്കിനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാം. അണ്ണ ഒന്ന് വന്നേ, അടുത്തേക്ക് വന്നേ, എന്നിട്ട് ആട്ടത്തിലേക്ക് വരാം നമുക്ക്. അണ്ണ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ചിരിക്കല്ലേ, ഇത് സീരിയസ് വിഷയമല്ലേ? അപ്പൊ സാബു ചേട്ടൻ അണ്ണനെ പറ്റി പറഞ്ഞതിന് അണ്ണന് ഭയങ്കര വിഷമം തോന്നിയോ അത് കേട്ടപ്പോ? പറയും. വിഷമം തോന്നി, ആ സമയത്ത് തോന്നി. എനിക്ക് വൈരാഗ്യമൊന്നും ഇല്ലാലോ. കാരണം ചേട്ടന്റെ ഇന്റർവ്യൂ ചെയ്തൊരു ആങ്കറാണ് പുള്ളി ഇന്റർവ്യൂ ചെയ്തത്, വിഷ്ണു. കാരണം പുള്ളിയുടെ പേര് എനിക്ക് പറയാൻ തോന്നിയത് കാരണം ആ ഇന്റർവ്യൂല് മറ്റേ സാബു ചേട്ടന്റെ ഇന്റർവ്യൂ ഇങ്ങനെ വൈറലായിരുന്നു. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത്. ആ ഒരു ഭാഗമാണ് മെയിൻലി അവർ ആദ്യം ഇട്ടത്. കൂടുതൽ വിഷമം തോന്നിയത് കാരണം നിത്യാമേന്റെ ഇഷ്യൂ കഴിഞ്ഞാണല്ലോ. അപ്പൊ അതൊക്കെ വീണ്ടും ഇട്ട് കഴിഞ്ഞെല്ലാം വീണ്ടും കൊണ്ടുവന്നു. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ സന്തോഷം വർക്കിയെ പിന്നെയും നാട്ടിക്കാനാണോ ഇങ്ങനെയുള്ള വിഷയം ആണല്ലേ? ഇപ്പൊ സാബുമോൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ പറ്റി ഞാൻ ചോദിക്കാം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നമ്മുടെ സന്തോഷ് വർക്കിനെ കണ്ട് തലമുണ്ട അടിച്ച് വിളിക്കണമെന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് അതിന്റെ പേടിയുണ്ടോ? പുള്ളി മാനേജറാണ് കേട്ടോ. സന്തോഷ് വർക്കിയുടെ പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. സാബു പറഞ്ഞാൽ ഒട്ടും എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കിങ് മേക്കർ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു മോശമായ സാബു ചേട്ടനെ പറ്റിയ ഒരു കാര്യം ഞാനും പറയാം. എനിക്കും ഉണ്ടായ സംഭവം പറയാം. ഞാനൊരു ദിവസം ഫോറം മാളാണെന്ന് അറിയോ? ഫോറം മാളിൽ ഞാൻ പോയപ്പോഴേ കാരണം കേക്ക് ഫോറം മാളിൽ പോയപ്പോ എന്നെ വലിയ മൈൻഡ് ആക്കിയില്ല. എന്റെ ഒരു ഫോട്ടോ ചോദിച്ചു പുള്ളിയൊക്കെ, ഒരു സെൽഫി ചോദിച്ചു. ബിഗ് ബോസ് താരമല്ലേ. അപ്പോ പുള്ളി പറഞ്ഞ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇപ്പൊ അണ്ണന്റെ ഒരു വിഷയം വന്നപ്പോഴേ, ഈ സാബുമോന്റെ ഒരു സാധനം വന്നപ്പോ എന്റെ ഫോട്ടോ വെച്ചാൽ ട്രോൾ വന്നത്, മനസ്സിലായ? ഇപ്പൊ നമ്മളെപ്പോലെ ആൾക്കാർക്കൊന്ന് ഇന്റർവ്യൂ കൊടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന സന്തോഷ് വർക്കിക്ക് മാത്രമാണ് ഇന്റർവ്യൂ കിട്ടുന്നത്. അതിനെ പറ്റി ഒന്ന് പറയാവാണ്. അതല്ല പറഞ്ഞേ, ഞാൻ ചേട്ടനും എനിക്ക് മാത്രമാണോ? ഇപ്പൊ സ്മാർട്ട് പിക്സ് മീഡിയയിലും വെറൈറ്റി മീഡിയയിലും ഓരോ വെള്ളിയാഴ്ച ഓരോ ദിവസവും പുതിയ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുന്നില്ലേ? ഇന്റർവ്യൂ ഉണ്ട് അല്ല, പുതിയ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, വൈറലാക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? കഴിഞ്ഞു ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ലാസ്റ്റ്. അതേപ്പറ്റി പറയണം. പുതിയ ആൾക്കാർ എന്താ പറയണ്ടോ? മറ്റേ പുതിയ ആൾക്കാർ വരുന്നുണ്ട്, അതിനെപ്പറ്റി പറയാന്ന്. അല്ല, മറ്റേ വെറൈറ്റി മീഡിയയിലൊക്കെ കുറെ ഇന്റർവ്യൂ വരുന്നുണ്ട്. അവർക്ക് അല്ല, പുതിയ ആൾക്കാരെ ഇപ്പൊ നമുക്ക് മാത്രം ഇന്റർവ്യൂ കിട്ടുന്ന രീതിയാണ് പുള്ളി പറഞ്ഞത്. ഇപ്പൊ എനിക്ക് എല്ലാ ദിവസവും ഇന്റർവ്യൂ ഇല്ല. എനിക്ക് മാപ്സിക് മീഡിയയിൽ വല്ലപ്പോഴും ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെയിലി ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഇപ്പൊ അണ്ണൻ ഇന്റർവ്യൂ എല്ലാ ദിവസവും വരുന്നത് ഈ ചോദിച്ചു വാങ്ങാനാണ് അങ്ങോട്ട് പോയിട്ട്. അങ്ങനെ ഇത്രമാത്രം ഇന്റർവ്യൂ കിട്ടാനായിട്ട് അത്ര വലിയ സ്റ്റാറാണ്. ഞാൻ പറഞ്ഞേ എല്ലാ ദിവസവും വിഷയമുണ്ട് അത്രയൊക്കെ സംസാരിക്കാനായിട്ട്. മിക്ക ദിവസം ഉണ്ടാവാറില്ല. എന്താ കാര്യം? ഓരോ സമയത്ത് ഇടയ്ക്ക് ഒരു കാര്യം അപ്പൊ പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റോട് എന്ത് ചോദിക്കുന്നു? ഇന്റർവ്യൂ നമ്മൾക്ക് തരുന്നത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പുള്ളി പറഞ്ഞു. സാബുമോൻ ഇല്ല, അങ്ങനെ എന്താ പറയുക? നമ്മളെ സെലിബ്രിറ്റീനെ വിളിക്കാൻ പാടില്ല. സെലിബ്രിറ്റീനെ വിളിക്കാൻ പാടില്ല. സെലിബ്രിറ്റിന്ന് നമ്മളെ വിളിക്കാൻ പാടില്ല. അത് പുള്ളി പറഞ്ഞത് ഞാൻ യോജിക്കുന്നില്ല. കാരണം സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. കാരണം കോമാളി ഇമേജ് ആണ് ശരിക്കും നമുക്ക് കണ്ടുവർക്കും. പക്ഷെ ആൾക്കാർ ഇപ്പൊ പബ്ലിക് ആയിട്ടാണ് കാണുന്നത് ഈ പരിപാടികൾ. ഇന്റർവ്യൂ ആണെങ്കിലും ഷോർട്സിനും ആണെങ്കിലും സിനിമയാണെങ്കിലും കാണുന്നത് പബ്ലിക്കാണ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ആൾക്കാർക്ക് ഫാൻസ് ഉണ്ട്. അപ്പൊ സെലിബ്രിറ്റി എന്ന് വിളിക്കും. അതില് ഈ സെലിബ്രിറ്റി വിളിക്കുമ്പോ ഈ സാമൂഹ്യ വട്ടണ്ട ഈ വല്ല ഓളം ഉണ്ടതല്ല, വല്ല ഭ്രാന്താണെന്ന് എനിക്ക് തോന്നണം. കാരണം അങ്ങനെയുള്ള ആൾക്കാരല്ല ഇങ്ങനെ പറയുള്ളൂ, സെലിബ്രിറ്റികൾ എന്ന് വിളിക്കരുത്. ഇങ്ങനെ പാപ്പരാസികൾ ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം മീഡിയ എന്ന് പറയുന്നത് ഓൺലൈൻ മീഡിയ. ഓക്കെ, ഇവിടെ പറയാൻ വന്ന വേറെ സാബു ചേട്ടാ, ഞങ്ങള് ബഹുമാനിക്കുന്ന നല്ലൊരു ആർട്ടിസ്റ്റാണ്, സിനിമാ സംവിധായകനാണ്. അതുപോലെ നമ്മുടെ ബമ്പർച്ചീരിലേക്ക് വന്നതാണ്. പക്ഷെ നിങ്ങളെ പോലുള്ള ഒരാള്, അതായത് ആറാട്ടം തന്നെ. കാരണം ആറാട്ടനെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, സിനിമാ താരങ്ങള്, ജനങ്ങള്, ഫാൻസുകാര്. അപ്പം അതിപ്പോ ഞോണ്ടും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇതിൽ പ്രതികരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആറാട്ടന്റെ ഈ വിഷയത്തിൽ എന്റെ ഫോട്ടോ വെച്ച് ട്രോൾ വന്നു. അതുകൊണ്ടാണ് ഞാനിത് വിഷയം പൊട്ടിത്തെറിക്കും. കാരണം പരമ നാരത്തരമാണ് ഈ സാബുമോൻ ഈ പുള്ളിനെ പറ്റി പറഞ്ഞത്. കാരണം സാബുമോൻ മാപ്പ് പറയാ, കേരളക്കേര ചോദിക്കുന്നു സാബുമോൻ സന്തോഷ് വർക്കിയോട് മാപ്പ് ഞാൻ പൊട്ടിത്തെറിക്കുകയാണ്. ഞാൻ ആശ്മതയോടെ സംസാരിക്കുകയാണ്. സാബുമോനെ ചെയ്തത് തെറ്റാണ്. തന്നെ സാറെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. സാബുമോൻ ചെയ്തത് തെറ്റാണെന്ന് തന്നെ പറയാം. കാരണം താങ്കളൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കളും എല്ലാവരും മനസ്സിലെ പോലെ മനുഷ്യന്മാരാണ്.
അപ്പൊ അണ്ണൻ എന്താ പറയാനുള്ള അവസാനമായിട്ട് സാബുമോൻ തന്നെ തല്ലൂന്ന് പറയാണല്ലോ തന്നെ എന്തെല്ലാം ആവട്ടെ പുലി കെട്ടിനല്ല പുലി കെട്ടിയ അല്ല ഇനി പറഞ്ഞ് കണ്ടന്റ് ജീവിച്ചാണെന്ന് അറിയാം. പേടിയുണ്ടോ താങ്കൾക്ക് പേടിയൊന്നുമില്ല. ഒരു പേടിയില്ല അണ്ണന്. ഒരു പേടിയില്ല. ഒരു പേടിയില്ല. ഇപ്പൊ നമ്മള് താന്നിടാന്നൊക്കെ വിളിക്കുന്ന സൗഹൃദങ്ങളെ വിളിക്കുന്നത് അല്ലാണ്ട് ഏജ് ഡിഫറൻസ് കൊണ്ട് വിളിക്കുന്നതല്ല. ഇപ്പൊ സാബുവിനോട് എന്താ പറയാനുള്ളത്? സാബുവിനോട് എന്താ പറയാനുള്ളത്? അല്ല നിങ്ങൾ കുറച്ചൊരു സംസ്കാരമുള്ള ആളാണ്, നല്ല ആണോ, മനുഷ്യനാണ്. മാന? അപ്പൊ ഓക്കെ, അപ്പൊ ഇനി സാബുവൻ ഇങ്ങനത്തെ പ്രതിവാദം നടത്തരുത്. ആട്ടെ എന്ന് പറയാനുണ്ട്. അപ്പൊ എന്തായാലും അണ്ണനെ പോലെ അപ്പൊ അണ്ണനെ പോലെ ഒരാളെ പറഞ്ഞ് മോശമാണ്. കാരണം എല്ലാവരും, ഞാൻ മാത്രമല്ല ജനങ്ങളെല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നത് അല്ല മാനെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് മോശമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇനിപോലത്തെ ഡയലോഗ്സ് അടിച്ചു കഴിഞ്ഞാൽ കാരണം ഞങ്ങൾക്കൊന്നും എല്ലാ ദിവസവും ഇന്റർവ്യൂ ഇല്ല. ഞാൻ വെറുതെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് എല്ലാ ദിവസവും ഇന്റർവ്യൂ കാണുന്നില്ല. ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ റിലീസ് ചെയ്യുന്ന 3-4 ദിവസം അപ്പൊ കഴിഞ്ഞു. എല്ലാവർക്കും അഡ്വാൻസ് പുതുവത്സര ക്രിസ്മസ് ആശംസകൾ. അപ്പൊ ക്രിസ്മസിന്റെ എല്ലാ ആശംസകൾ നേരുന്നു. അപ്പൊ സാബുവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാണ്ടിരിക്കുക. നമ്മളെ പറ്റി പറയുന്നത് കാര്യമില്ല. കാരണം എന്റെ പേര് പറഞ്ഞില്ല, പറയാണ്ട് തന്നെ ട്രോൾ വന്നു. അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. സാബുവൻ ക്ഷമ പറയാം. ഓക്കെ, മലയാളികൾ മാപ്പ് പറയാം സാബുവൻ. നോക്കിയാണ്. ഓക്കെ, ഒരു ഫോട്ടോ എടുത്തിട്ട് പോട്ടെ.